السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة ومن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവനായ പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് സംഭവിച്ചു എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പരിപൂർണമായ ഷിഫ നസീബാക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന, പ്രയാസത്തിലകപ്പെട്ട ഫലസ്തീനുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിരത്തി 1993 നവംബർ മാസത്തിൽ ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തി എന്ന് പറയുന്ന സ്ഥലത്ത് സത്യസായി ബാബയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റ് ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ചു. ആ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന സദസ്സിൽ ഉദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രി എസ്.ബി. ചവാൻ, കൃഷിമന്ത്രി ബൽറാം ധാക്കർ, ആന്ധ്രയിലെ അന്നത്തെ മുഖ്യമന്ത്രി വിജയഭാസ്കർ റെഡ്ഡി, കന്നഡ മുഖ്യമന്ത്രി ബംഗാരപ്പ തുടങ്ങിയ രാജ്യത്തെ പ്രമുഖരായ ആളുകൾ അണിനിരന്ന ആ ഉദ്ഘാടന വേദിയിൽ വച്ച് ഇദ്ദേഹം സത്യസായി ബാബ അന്തരീക്ഷത്തിലേക്ക് കൈ ഉയർത്തി. ശൂന്യമായ അദ്ദേഹത്തിന്റെ കൈ രണ്ടും അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയ ശേഷം അന്തരീക്ഷത്തിൽ നിന്നൊരു സ്വർണത്തിന്റെ ചെയിൻ എടുത്ത് ഈ ഓഡിറ്റോറിയം രൂപകൽപ്പന ചെയ്ത ശില്പിക്ക് കൈമാറുന്നു. സദസ്യരെയെല്ലാം അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ സദസ്യരിൽ പലരും അത്ഭുതം നടിച്ച ഈ പ്രവൃത്തി അന്ന് ദൂരദർശൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ചാനലുകളൊന്നുമില്ല, ദൂരദർശനാണ് ഉള്ളത്. ഈ ഉദ്ഘാടന ചടങ്ങ് ദൂരദർശൻ ഒപ്പിയെടുത്തിരുന്നെങ്കിൽ പോലും ദൂരദർശൻ ഈ ചടങ്ങ് ഒരിടത്തും പ്രദർശിപ്പിച്ചില്ല, അവരത് സംപ്രേഷണം ചെയ്തില്ല. സത്യത്തിൽ അത് സംപ്രേഷണം ചെയ്തിരുന്നെങ്കിൽ സത്യസായി ബാബ എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ നിന്ന് സ്വർണത്തിന്റെ ചെയിൻ എടുത്തത് എന്ന് അത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ സത്യസായി ബാബയുടെ അമാനുഷികതകളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമിതിയുണ്ട്. ആ സമിതിയുടെ ഇന്ത്യയുടെ കൺവീനറാണ് ശ്രീ പ്രേമാനന്ദ്. അദ്ദേഹം ദൂരദർശന്റെ കയ്യിൽ നിന്നും ഈ
വീഡിയോ വളരെ തന്ത്രപൂർവ്വം കൈക്കലാക്കുകയും കേരളത്തിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച് ജനങ്ങളെ കാണിക്കുകയും ചെയ്തു. സത്യസായി ബാബ വളരെ തന്ത്രപൂർവ്വം, വളരെ സ്പീഡിൽ തന്റെ അടുത്തിരിക്കുന്ന അനുയായിയുടെ കയ്യിൽ നിന്നും സ്വർണത്തിന്റെ ചെയിൻ കൈക്കലാക്കുന്നതും എന്നിട്ട് ഈ ശില്പിക്ക് കൈമാറുന്നതും ആ വീഡിയോ കണ്ട ഏതൊരാൾക്കും അത് ബോധ്യപ്പെടും. അന്തരീക്ഷത്തിൽ നിന്നല്ല ചെയിൻ എടുത്തത്, ചെയിൻ അടുത്തിരിക്കുന്ന ഒരു അനുയായിയിൽ നിന്നും പിടിച്ചു വാങ്ങുന്നതാണ്, അദ്ദേഹം കൊടുക്കുന്നതാണെന്നുള്ള കാര്യം വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ശ്രീ പേമാനന്ദിന്റെ ഈ വീഡിയോ പ്രദർശനത്തെക്കുറിച്ച് ഇന്നേ വരെ ഒരു വിശദീകരണം സത്യസായി ബാബ ട്രസ്റ്റ് നൽകിയിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധ്യരുള്ള ആൾദൈവമായിരുന്നു സത്യസായി ബാബ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു ദ്വൈമാസികയാണ് പ്രശാന്ത് എന്ന് പറയുന്നത്. ഈ ദൈമാസിക, പ്രശാന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈമാസിക, അതിൽ സത്യസായി ബാബയുടെ ലേഖനങ്ങളും അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാഷണങ്ങളൊക്കെയാണ് അതിനകത്ത് വരാറുള്ളത്. 1994 പ്രസിദ്ധീകരിച്ച ഒരു ദ്വൈമാസികയുടെ ലക്കത്തിൽ അതിന്റെ 64-ാമത്തെ പേജിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഹദീസ് എന്ന വ്യാജേന ഒരു കാര്യം കൊടുക്കുന്നുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്: അൽ മഹ്ദിയുൽ മൗഊദ് എന്ന പേരിൽ ഒരു അറബി ഗ്രന്ഥത്തെ ഉദ്ധരിച്ചാണ് പറയുന്നത്. അഥവാ വാക്തത്വ മഹ്ദി, പ്രതീക്ഷിച്ചിരിക്കുന്ന മഹ്ദി എന്ന പേരിൽ രചിക്കപ്പെട്ട ഒരു അറബി ഗ്രന്ഥത്തിൽ ഉള്ള ഹദീസ് എന്ന വ്യാജേനയാണ് ഈ പ്രശാന്തി മാസികയിൽ, സത്യസായി ബാബയുടെ നേതൃത്വത്തിലുള്ള ഈ മാസികയിൽ ഇങ്ങനെ ഒരു ഹദീസ്, വ്യാജ ഹദീസ് കൊടുക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാനല്ല ലോകഗുരു, ലോകത്തിന്റെ ഗുരു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു 7 അടയാളങ്ങൾ വരാനിരിക്കുന്ന ലോകഗുരുവിനെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടാണ് ആ മാസികയിൽ പ്രസിദ്ധീകരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടോ അറിയില്ല, അങ്ങനെ ഒരു ഹദീസേ ഇല്ല. പ്രവാചകനെ കുറിച്ചാണ് ഉദ്ധരിക്കുന്നത്, ലോകഗുരു ഞാനല്ല, ലോകഗുരു വരാനിരിക്കുന്നതേയുള്ളൂ. ഇനി പറയുന്ന 7 അടയാളങ്ങൾ അതാർക്കാണ് ചേരുക എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ മതി. ഒന്നാമത്തെ അടയാളം, കിരീടം പോലെയുള്ള മുടിയുള്ള ആളായിരിക്കും. രണ്ടാമത്തെ അടയാളം, വിശാലമായ നെറ്റിയുണ്ടായിരിക്കും, പ്രതീക്ഷിക്കപ്പെടുന്ന ലോകഗുരുവിന്. മൂന്നാമത്തെ അടയാളം, മുഖം മുഴുവനും ക്ഷൗരം ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ടാകും. അടുത്തത്, ഇടതുഭാഗത്ത് കവളിലായി ചെന്നിക്ക് താഴെ ഒരു കറുത്ത മറുകുണ്ടായിരിക്കും. അടുത്തത്, മെലിഞ്ഞ ശരീരമുള്ളയാളായിരിക്കും. അടുത്തത്, ചുവന്ന ഗൗണും അതിന്റെ താഴെ ലുങ്കിയും ഉടുക്കുന്നയാളായിരിക്കും. ഏഴാമത്തെ അടയാളം, അദ്ദേഹം 96 വയസ്സുവരെ ജീവിച്ചിരിക്കും. 7 അടയാളങ്ങളാണ് പ്രശാന്തി മാസികയിൽ മഹ്ദി ഇമാമിനെ കുറിച്ച് പറയപ്പെടുന്നത്. സത്യത്തിൽ ഈ 7 അടയാളങ്ങളും, ഇതിൽ 6 അടയാളങ്ങളും യോജിക്കുന്നത് സത്യസായി ബാബയ്ക്കാണ്. 7ാമത്തെ അടയാളത്തെക്കുറിച്ച് പറഞ്ഞാൽ 96 വയസ്സുവരെ ജീവിക്കുമെന്നാണ് 94 ഇറങ്ങിയ മാസികയിൽ പറഞ്ഞത്. സത്യസായി ബാബ 1926 ജനിച്ച് 2011 അദ്ദേഹം മരിച്ചു. 85 വയസ്സിൽ മരിച്ചു. 96 വയസ്സുവരെ ജീവിക്കുമെന്ന് സ്വന്തം പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞ വ്യക്തി 85ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സദസ്സ് നടന്നുകൊണ്ടിരിക്കെ മലക്കുൽ മൗത്ത് ആ സദസ്സിലേക്ക് വരുന്നുണ്ട്. സദസ്സിന്റെ ഒരു ഭാഗത്ത് വന്നിരുന്ന മരണത്തിന്റെ മാലാഖ ആ സദസ്സിലുള്ള ഒരാളെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്.
കുറച്ചു കഴിഞ്ഞ് മലക്കുൽ മൗത്ത് പോയി. ഈ മനുഷ്യൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ആരാണോ വന്നത്? ആഗതൻ ആരായിരുന്നു? സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, വന്നത് മലക്കുൽ മൗത്താണ്. അദ്ദേഹം എന്നെ ഇങ്ങനെ കുറെ നേരം തുറിച്ചു നോക്കി, എനിക്ക് പേടിയാകുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എന്നെ എത്രയും പെട്ടെന്ന് താങ്കൾക്ക് അല്ലാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ, ആ കാറ്റിൽ കയറ്റി എന്നെ ഒന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കണം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുത്തു. ആ മനുഷ്യനെ സുലൈമാൻ നബിക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്ത കാറ്റെന്ന വാഹനത്തിൽ കയറ്റി ഷാമിൽ നിന്നും ഇന്ത്യയിലേക്ക് അയച്ചു. പിന്നീട് ഒരിക്കൽ മലക്കുൽ മൗത്ത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വരുമ്പോ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, നീ എന്തിനായിരുന്നു അന്ന് ആ മനുഷ്യനെ തുറിച്ചു നോക്കിയത്? അപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞു, സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു രംഗമായിരുന്നു അത്. ഞാൻ ആ നോക്കിയ മനുഷ്യന്റെ റൂഹ് പിടിക്കേണ്ട സമയമായി കഴിഞ്ഞു. അള്ളാഹു എനിക്ക് നിശ്ചയിച്ച സമയമായി. പക്ഷെ അത് ഇന്ത്യയിൽ വെച്ച് പിടിക്കണമെന്നാണ് എന്നോട് കൽപ്പനയുള്ളത്. ഈ മനുഷ്യൻ ഇരിക്കുന്നത് ഷാമിലാണ്. എങ്ങനെ ഈ മനുഷ്യന്റെ റൂഹ് ഞാൻ ഇന്ത്യയിൽ വെച്ച് പിടിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് അങ്ങ് ആ മനുഷ്യനെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ആ മനുഷ്യന്റെ റൂഹ് അവിടെ വെച്ച് പിടിച്ചിട്ടുണ്ട് എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മലക്കുൽ മൗത്ത് പറയുന്ന രംഗമുണ്ട്. ഒരു മനുഷ്യന്റെ ആയുസ് എത്ര? ഒരു മനുഷ്യൻ എവിടെ വെച്ച് മരിക്കണം? എങ്ങനെ മരിക്കണം? ഈ കാര്യങ്ങളെല്ലാം പടച്ച തമ്പുരാൻ നേരത്തെ കൂട്ടി തീരുമാനിച്ചതാണ്. ഒമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒരാൾക്ക് മരിക്കാൻ കഴിയില്ല. കിതാബൻ മുഅജ്ജല, അതല്ലാഹു തീർത്തും തീരുമാനിച്ചു വെച്ചൊരു കാര്യമാണ്. എവിടെ മരിക്കണമെന്നതും എത്രാമത്തെ വയസ്സിൽ മരിക്കണമെന്നതും എങ്ങനെ മരിക്കണമെന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കൂട്ടി തീരുമാനിച്ചു വച്ചൊരു കാര്യമാണ്. അത് റിക്കാർഡാണ്. അങ്ങനെയല്ലാതെ ഒരാൾ മരിക്കില്ല. ആ സമയത്തല്ലാതെ ഒരാൾ മരിക്കില്ല. എവിടെ മരിക്കാനാണോ പടച്ച തമ്പുരാൻ തീരുമാനിച്ചത് അവിടെ അല്ലാതെയും മരിക്കില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഖുർആൻ. നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാനും ഒരാൾക്കും കഴിയില്ല. ഇതൊക്കെ പടച്ച തമ്പുരാന്റെ സുനിശ്ചിതമായ തീരുമാനങ്ങൾക്ക് വിധേയമാണ്. ഒരു മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമാകുന്ന സമയത്ത് അള്ളാഹു ഒരു മലക്കിനെ അങ്ങോട്ട് നിയോഗിക്കുന്നുണ്ട്. ആ മലക്ക് 4 കാര്യങ്ങൾ ആ മനുഷ്യന്റെ വിഷയത്തിൽ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവെ ഈ മനുഷ്യന് എത്ര ആയുസ് എഴുതണം? അള്ളാഹു അവന്റെ ആയുസ് പറഞ്ഞു കൊടുക്കും. അതവിടെ റെക്കോർഡാണ്. പടച്ചനെ, ഈ മനുഷ്യൻ ഇവൻ എത്ര ഭക്ഷണം കഴിക്കും, അവന്റെ റിസ്ക് എത്രയാണ്, അതവിടെ റെക്കോർഡാണ്. അന്ന് തീരുമാനിച്ചതിൽ നിന്നും 1 മണി അരി തൊണ്ടയ്ക്ക് കീഴ്പൊട്ടിറക്കാൻ ഈ ദുനിയാവിൽ കഴിയില്ല. അത് തീരുമാനമാണ്. മലക്ക് ചോദിക്കും, പടച്ചനെ, ഈ മനുഷ്യൻ സഈദാണോ ഷഖിയാണോ? ഇവൻ മുഅ്മിനായി മരിക്കേണ്ടവനാണോ കാഫിറായി മരിക്കേണ്ടവനാണോ? അള്ളാഹു പറഞ്ഞു കൊടുക്കും. അതവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെ മരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പടച്ച തമ്പുരാന്റെ അലംഘനീയമായ സുനിശ്ചിതമായ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രം നടപ്പിലാകുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ മരണമെന്നുള്ളത്. ആയുസ് എപ്പോൾ അവസാനിക്കുന്നോ അവസാന സെക്കൻഡിൽ എത്ര ചികിത്സ ചെയ്താലും മരിക്കും. ചില ആളുകൾ മരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, അത് മറ്റേ ആശുപത്രി കൊണ്ടുപോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ജീവിക്കുമായിരുന്നു. ഇല്ല. കുറച്ചുകൂടെ നല്ല ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ജീവിക്കുമായിരുന്നു. ഇല്ല, അങ്ങനെയില്ല. ഇവൻ മരിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഇവന്റെ അവധി തീരുമാനിക്കപ്പെട്ടതാണ്. എത്തി. ഏത് ആശുപത്രി കൊണ്ടുപോയാലും എത്ര ലക്ഷത്തിന്റെ ചികിത്സ കൊടുത്താലും 1 സെക്കൻഡ് പോലും ഇവന്റെ ആയുസില്ല. ഇവന് ആയുസ് ഉണ്ടാവില്ല. ഇത് പടച്ചോന്റെ സുനിശ്ചിതമായൊരു തീരുമാനമാണ്. അതുകൊണ്ടല്ലേ മലക്കുൽ മൗത്ത് ഒരു മനുഷ്യന്റെ റൂഹ് പിടിച്ച് കഴിയുമ്പോ, റൂഹ് പിടിച്ച് മലക്കുകൾ ഇത് കൊണ്ടുപോകുന്ന രംഗം
മലക്കുൽ മൗത്ത് ആ വീടിന്റെ 2 വാതിൽപ്പടിയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കിത് കേൾക്കാൻ കഴിയില്ല. 2 വാതിൽപ്പടിയിൽ കൈവച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? മാ അക്കൽതു ലഹു റിസ്ഖ, മാ അക്കൽതു ലഹു റിസ്ഖ, ഈ മനുഷ്യന്റെ ഒരു റിസ്ക്കും ഞാൻ തിന്നിട്ടില്ല. ഈ മനുഷ്യൻ ഇവന്റെ അവസാനത്തെ അരിമണിയും ഇറക്കിയിട്ടാണ് ഞാൻ റൂഹ് പിടിച്ചിരിക്കുന്നത്. വമാ അഫ്നൈതു ലഹു ഉംറ, ഇവന്റെ ആയുസിനെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഇണ്ടതൊക്കെ തീർന്നു. അവസാന സെക്കൻഡും അവസാന ശ്വാസവും എടുത്തപ്പോഴാണ് ഞാനിവനെ പിടിച്ചിട്ടുള്ളത്. വലൻ തഖസ്തു ലഹു ഉംറ, ഇവന്റെ ആയുസിൽ ഞാൻ ഒന്നും കുറച്ചിട്ടില്ല. ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് മലക്കുൽ മൗത്ത് പറയും, ഞാൻ പോകുകയല്ല, ഞാൻ പോകുകയല്ല. ഇന്നലി ഇലൈക്കും ഔദത്തൻ ബഅദ ഔദ, ഞാൻ ഇനിയും തിരിച്ചു വരും ഈ വീട്ടിലേക്ക്. തൽക്കാലം ഞാൻ പോവുകയാണ്. ഇനി ബാക്കിയുള്ളവരെ പിടിക്കാൻ വേണ്ടി ഞാൻ മടങ്ങി മടങ്ങി വന്നുകൊണ്ടേയിരിക്കും. ഹത്താ ലാ യബ്ഖാ മിൻകും അഹദാ, ഈ വീട്ടിൽ ഒരാളെയും ഞാൻ ബാക്കി വെക്കില്ല. ഇപ്പോൾ ഞാൻ ഒരാളെ പിടിച്ചിട്ടുള്ളൂ, അയാളുടെ അവധി എത്തിയതുകൊണ്ടാണ്. ഞാൻ പോകുകയല്ല, വീണ്ടും വീണ്ടും വരും. ഈ വീട്ടിൽ ഒരാളെയും അവശേഷിപ്പിക്കാത്ത വിധം ഞാൻ എല്ലാവരെയും പടച്ചതമ്പുരാൻ നിശ്ചയിച്ച സമയത്ത് ഞാൻ പിടിച്ചുകൊണ്ടുപോകും. ഇത് മലക്കൽ മൗത്ത് വാതിൽപ്പടിയിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്. ഒരു മരണം ഒരു വീട്ടിൽ നടക്കുമ്പോൾ നമ്മളിത് കേൾക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും പോകേണ്ടി വരും. ആരും ഈ ദുനിയാവിൽ ബാക്കിയാകില്ല. ആർക്കെങ്കിലും ഈ ദുനിയാവിൽ അള്ളാഹു ശാശ്വതമായ ജീവിതം കൊടുക്കുമായിരുന്നെങ്കിൽ അത് കൊടുക്കേണ്ടിയിരുന്നത് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കായിരുന്നു. തങ്ങൾ പോലും 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ ഞാനും നിങ്ങളൊക്കെ പോകേണ്ടി വരും. ഒരു സംശയം അതിനകത്തില്ല. എപ്പോഴെന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അത് നമുക്കറിയില്ല. ഇന്ന് ഒരാൾ പോയെങ്കിൽ നാളെ ഞാനും നിങ്ങളും പോകേണ്ടി വരും. ഇന്ന് നമ്മൾ നവാസിന് വേണ്ടി കബറൊരുക്കുന്നെങ്കിൽ അടുത്തൊരു കബർ പുത്തമ്പള്ളിയുടെ കബർസ്ഥാനിലുണ്ട്. അത് ആരെന്ന് നമുക്കറിയില്ല. അത്രേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം. എത്രയോ മയ്യത്തുകളെ നമ്മൾ കബറടക്കി. മരിച്ചവരെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ കുറിച്ചാണ്. മരിച്ചയാള് പോയി, മരിച്ചയാളുടെ അന്ത്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അയാളുടെ മരണസമയത്ത് ഒന്നിരിക്കൽ സ്വർഗം കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നരകം കണ്ടിട്ടുണ്ടാകും. എന്താണോ പടച്ച തമ്പുരാൻ തീരുമാനിച്ചത് അത് കണ്ട് സന്തോഷത്തോടെ സങ്കടത്തോടെ, ഒന്നിരിക്കൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ മരണപ്പെട്ടിട്ടുണ്ടാകും മരിച്ചവരൊക്കെ. നമ്മുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് സർവ്വസുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന, എല്ലാ സുഖങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും അവസാനിപ്പിക്കുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണം. ഈ ഒരു ചിന്തയുണ്ടാകണം. ഞാനും പോകേണ്ടി വരും. അതുകൊണ്ടാണ് സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പ് സുബഹയുടെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കലാണ് നല്ലത്. സുബഹിയുടെ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ സുബഹിക്ക് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ നമ്മളൊന്ന് കിടക്കണം. ഒരു സുന്നത്തായ കിടത്തുണ്ട്. നമ്മൾ മരിച്ചാൽ നമ്മളെ ഏത് റൂമിലാണോ കിടത്താൻ സാധ്യതയുള്ളത് ആ റൂമിൽ വന്നൊന്ന് വലതുവശം ചെരിഞ്ഞൊന്ന് കിടക്കണം. ഒരല്പസമയം ഉറങ്ങണ്ട. എന്നിട്ടിങ്ങനെ ആലോചിക്കണം, ഞാൻ മരിച്ചിട്ടുണ്ട്, എന്റെ ജനാസ കുളിപ്പിച്ചിട്ടുണ്ട്, എന്നെ കഫം പൊതിഞ്ഞിട്ടുണ്ട്, ആളുകൾ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ മനസ്സിലൂടെ സങ്കല്പിക്കുക. എന്നിട്ട് സുബഹിക്ക് പള്ളിയിലേക്ക് വരിക. എന്നിട്ട് നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുക. ആ ഒരു ദിവസത്തിൽ പടച്ചോനെ എതിരിയാൻ കഴിയില്ല, തെറ്റിയാൻ കഴിയില്ല. ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക. എല്ലാ സുഖങ്ങളും അതോടെ തീരും. ഇന്ന് നമ്മൾ പല തട്ടിലാണ്. വലിയ സമ്പന്നരുണ്ട്, ശീതീകരിച്ച റൂമുകളിൽ കിടന്നിറങ്ങുന്ന സമ്പന്നരുണ്ട്. പട്ടിണി പാവങ്ങളുണ്ട് ഈ നാട്ടിൽ. ഉന്നത കുലജാതരുണ്ട്, അത്ര കുടുംബത്തിൽ ഇല്ലാത്തവരുണ്ട്. സൗന്ദര്യമുള്ളവരുണ്ട്, സൗന്ദര്യമില്ലാത്തവരുണ്ട്. സുഹൃത്തുക്കളെ, മരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും നമുക്കിടയിലില്ല. കുല്ലുക്കും സവ, എല്ലാവരും കണക്കാണ്. മരണം വരെ നമുക്ക് ഈ അഡ്രസ്സുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ ഒരേ അഡ്രസ്സുള്ളൂ, മയ്യത്ത് എന്നൊരു അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അബ്ദുൽ ഖാദർ എന്നോ അബൂബക്കർ എന്നോ പേരില്ല. മയ്യത്ത് എടുത്തോ, മയ്യത്ത് കുളിപ്പിച്ചോ, മയ്യത്ത് കൊണ്ടുന്നോ, ചോദ്യം ഇതേ ഉള്ളൂ. അഡ്രസ്സെല്ലാം അവസാനിച്ചു. നിങ്ങൾ ആരായിരുന്നാലും, കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്നാലും, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്കൊരു പ്രത്യേകതയില്ല. നിങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് 4 തക്ബീറേ ചെല്ലുള്ളൂ.
കാശ് കൂടുതലുള്ള ആളാണെന്നുള്ളത് വെച്ചാൽ 5ാമത്തെ തക്ബീർ ചെല്ലും നിസ്കാരം ശരിയാവൂല. പണക്കാരനും പാവപ്പെട്ടവനും മയ്യിത്ത് നിസ്കാരത്തിന് തക്ബീർ 4 സൂറത്ത് ഓതൂല. ആര് മരിച്ചാലും ഇവിടെ കിടത്തും. പണക്കാരനെ പൊക്കി കിടത്തൂല, കുടുംബക്കാരനെ ഉയർത്തി കിടത്തൂല. ആര് മരിച്ചാലും ഈ പള്ളിയുടെ മുൻവശത്ത് കൊണ്ടുവന്ന് മയ്യിത്ത് കിടത്തും. ആര് മരിച്ചാലും ഈ സന്തോക്ക് തന്നെ, പുതിയ സന്തോക്കൊന്നുമില്ല. ആര് മരിച്ചാലും മൂടുന്ന തുണി അത് തന്നെ. ആര് മരിച്ചാലും കിടത്തുന്ന കബർ ഇത് തന്നെ. ആർക്കു വേണ്ടി കബറിൽ ടൈൽസ് വിരിക്കപ്പെടുകയില്ല. ആർക്കു വേണ്ടിയും കബറിൽ പ്രകാശത്തിന് വേണ്ടി ലൈറ്റ് ഫിറ്റ് ചെയ്യൂല. ലൈറ്റ് ഫിറ്റ് ചെയ്താലും ആ കബറിൽ ആർക്കും പ്രകാശം ഉണ്ടാവൂല. കബർ പ്രകാശിക്കേണ്ടത് നമ്മുടെ സൽക്കർമ്മങ്ങളെ കൊണ്ടാണ്, നമ്മുടെ ഹസനാത്തുകളെ കൊണ്ടാണ് കബർ പ്രകാശിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ സുഖങ്ങളും അവസാനിക്കുന്ന, എല്ലാം ഇട്ടേച്ചു പോകേണ്ടി വരുന്ന, എന്നേക്കുമായി ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടി വരുന്ന ആ ഒരു മുഹൂർത്തത്തെക്കുറിച്ച്, ആ സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഈ ചിന്തയുണ്ടാകണം. ഈ ചിന്തയോടുകൂടി ഓരോ ദിവസവും ജീവിക്കണം. അല്ലാതെ പണത്തിന്റെ പളപ്പും കുടുംബത്തിന്റെ മഹത്വവും സൗന്ദര്യത്തിന്റെ പൊലിമയും ഇതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മരണത്തോടെ നശിക്കും. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങളുടെ പെരുമ പറച്ചിലുണ്ടല്ലോ, സമ്പത്തിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, ആൾബലത്തിന്റെ പേരിൽ നിങ്ങൾ ഈ പറയുന്ന തക്കാസുറുണ്ടല്ലോ, പെരുമ പറച്ചിൽ, ഇത് തീരും. ഹത്താ സുർതുമുൽ മഖാബിർ. ഈ പള്ളിപ്പറമ്പിലേക്ക് 6 അടി മണ്ണിലേക്ക് നിങ്ങളെ വച്ച് പലക വെച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും. അതുവരെ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാകുള്ളൂ. ഖുർആൻ എത്ര പ്രാവശ്യമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ മരണവും നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് പോകേണ്ടി വരും. രോഗമില്ലാത്തവനും മരിക്കും, രോഗിയും മരിക്കും. ചിലപ്പോൾ രോഗികൾ ജീവിക്കും. നമ്മൾ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ ജീവിക്കും. ഇപ്പോഴെങ്കും മരിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ പെട്ടെന്ന് മരിക്കും. മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവൻ മരിച്ചോളണമെന്നില്ല. എത്രയോ ആളുകളുണ്ട് മെഡിക്കൽ കോളേജിന്റെ ക്യാൻസർ വാർഡിൽ ഒന്ന് കയറി നോക്ക്. വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യന്മാർ. അവരാഗ്രഹിക്കുന്നത് പടച്ചോനെ എന്നൊന്ന് തിരിച്ചു വിളിക്കണേന്നാണ്. അവരുടെ പ്രാർത്ഥന അതാണ്. വേദന സഹിക്കാൻ കഴിയില്ല. കൂടെയിരിക്കുന്ന ബന്ധുക്കളുടെയും ആഗ്രഹം, പടച്ചവനെ എത്രയും പെട്ടെന്ന് ഈ മനുഷ്യനൊന്ന് തിരിച്ചു വിളിക്കണേ. കാരണം ഒരു ചികിത്സയും ചെയ്യാനില്ല. അവരെ പടച്ചവൻ പുരാൻ ജീവിപ്പിച്ചെന്നിരിക്കും. ഇവിടെ ആരോഗ്യത്തോടെ എണിച്ചോടി നടക്കുന്ന സുന്ദരനായ സുമുഖനായ ചെറുപ്പക്കാരൻ മരിച്ചുപോകും. അത് പടച്ചവൻ എപ്പോ തീരുമാനിച്ചോ അപ്പൊ മരിക്കും. ഈ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾക്കറിയോ, ഒരാൾക്കും ഒരു പരിഗണനയില്ല. ഇവിടെ പല പരിഗണനയും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കാശുണ്ടെങ്കിൽ കൂടെ കൂടാൻ ആളുണ്ടാകും. നിങ്ങൾ കുടുംബത്തിൽ പറഞ്ഞവരാണെങ്കിൽ കൂടെ ആളുണ്ടാകും. സ്വാധീനം ഉണ്ടെങ്കിൽ ആളുണ്ടാകും. ഈ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകൂല, ഒരാളും വരൂല. സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, പുന്നാര റസൂലിന്റെ പുന്നോമനവകൾ, ഫാത്തിമത്തു ഖിത്അത്തും മിൻ ഖബദി, എന്റെ കരളിന്റെ കഷ്ണമെന്ന് ഈ ഭൂമി ലോകത്ത് ആരെയെങ്കിലും റസൂൽ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫാത്തിമ ബി മാത്രമേ ഉള്ളൂ. വേറൊരാളെ കുറിച്ച് എന്റെ കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞിട്ടില്ല. ഇത്രമേൽ പ്രവാചകൻ സ്നേഹിച്ച ബീവി ഫാത്തിമ, ആ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫാത്തിമയുടെ ജനാസ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചു. ഖബറിലേക്ക് ജനാസ വച്ചിട്ട് മൂടുന്നതിനു മുമ്പായി പരിസരത്ത് നിന്നുകൊണ്ടൊരു സഹാബി വിളിച്ചു പറയുന്നുണ്ട്, യാ ഖബർ, ഓ ഖബറെ, അത്തദ്രി മനില്ലത്തി ജിഅനാ ബിഹാ ഇലൈകി, ആരെയാണ് ഞങ്ങൾ നിന്നിലേക്ക് തന്നിരിക്കുന്നത് നിനക്കറിയുമോ? ആരെയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വച്ചിരിക്കുന്നത് നിനക്കറിയുമോ? ബിന്ദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര ഹബീബിന്റെ മോളാണത്. പുന്നാര ഹബീബിന്റെ കരളിന്റെ കഷ്ണമാണത്. ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസന്റെയും ഹുസൈന്റെയും ഉമ്മയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഫാത്തിമാബിയുടെ മദ്ഹുകൾ എടുത്തു പറഞ്ഞിട്ട് ഖബറിയാണ്. അതുകൊണ്ട് നീ ഖബറെ, നീ കാര്യമായി ഒന്ന് പരിഗണിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഖബറിൽ നിന്നൊരു അശരീരി കേട്ടു, മാ അന മൗലിയു ഹസബിൻ വനസബിൻ. ഇതൊന്നും എന്നോട് പറയണ്ട. ഹബീബിന്റെ മകളാണെന്ന് എന്നോട് പറയണ്ട. ഹസന്റെ ഹുസൈന്റെ ഉമ്മയാണെന്ന് എന്നോട് പറയണ്ട. ഇതൊന്നും ഞാൻ നോക്കൂല. മാ അന മൗലിയു ഹസബിൻ വനസബിൻ, കുടുംബവും ഗോത്രവും സമ്പത്തൊന്നും പരിഗണിക്കുന്ന സ്ഥലമല്ല ഞാൻ. അതൊന്നും ഞാൻ നോക്കൂല. ഞാൻ പരിഗണിക്കും നിങ്ങൾക്ക് അമലുണ്ടോ തഖ്വയുണ്ടോ, ഇതാണ് എന്റെ പരിഗണന. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ പടച്ചോനെ തഖ്വ ചെയ്ത് ജീവിക്കണം. അഹങ്കരിക്കരുത്.
നിങ്ങളുടെ അഹങ്കാരമൊക്കെ അവസാനിക്കും. നിങ്ങൾ പടച്ചവനെ തഖ്വ ചെയ്ത് ജീവിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോരുത്തരും ആലോചിക്കട്ടെ, നാളത്തേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മരിച്ചാൽ നാളെ എന്റെ പരലോക ജീവിതത്തിന് വേണ്ടി എന്തുണ്ട്, എന്ത് കൈമുതലുണ്ട്, ഇത് ഓരോരുത്തരും ആലോചിക്കട്ടെ. എന്നിട്ടുള്ള വത്തഖുല്ലാഹ്, നിങ്ങൾ പടച്ചവനെ തഖ്വ ചെയ്യണം, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഈ തഖ്വ കൈമുതലുണ്ടെങ്കിൽ മാത്രമേ ഈ ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുക എന്നുള്ളത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. സ്വന്തം മക്കളുടെ ഖബറിലേക്ക് മണ്ണ് വാരിയിടുന്ന പിതാവിന്റെ ഒരു അവസ്ഥ, ആ പിതാവിന്റെ എത്ര നീറുന്നുണ്ടാകും. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ആ തീരുമാനത്തെ ക്ഷമാപൂർവ്വം കൈക്കൊള്ളുക വിശ്വാസിയുടെ സ്വഭാവം അതാണ്. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ, എന്ത് മുസീബത്ത് വന്നാലും കാലുവര് പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോൻ തന്ന മോൻ പടച്ചോൻ തിരിച്ചു വിളിച്ചു. എന്റെ ഇഷ്ടമല്ലല്ലോ നടക്കേണ്ടത്, അള്ളാഹുവിന്റെ ഇഷ്ടമല്ലേ നടക്കേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് മുസീബത്ത് വന്നാലും നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്താൽ മതി, നിങ്ങളുടെ മുസീബത്ത് മാറി നിങ്ങൾക്ക് ചെറുതായി തോന്നും. നിങ്ങൾ എന്നെ ഓർക്ക്. നിങ്ങൾക്ക് മരണപ്പെട്ടത് നിങ്ങളുടെ വാപ്പയായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം. നിങ്ങൾ എന്നെ ആലോചിച്ചു നോക്ക്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വാപ്പ മരിച്ചുപോയി. ഞാൻ എന്റെ വാപ്പയെ കണ്ടിട്ടില്ല. ജനിച്ചു, എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ ഉമ്മ മരിച്ചുപോയി. ഉമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ വല്യാപ്പയാണ് എന്നെ സംരക്ഷിച്ചത്. കാലം കഴിയാതെ വല്യാപ്പയെ മരിച്ചുപോയി. എന്റെ പിതൃവ്യൻ അബൂ താലിബ് മരിച്ചുപോയി. എന്റെ എല്ലാമായ ഖദീജയും മരിച്ചുപോയി. സർവോപരി എന്റെ 7 മക്കളിൽ 6 മക്കളും മരിച്ചുപോയി. ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടാവൂ? നമ്മുടെയൊക്കെ ഒരു മകനല്ലേ പോയുള്ളൂ. റസൂലുള്ളാഹിയുടെ 6 മക്കളും പോയി, വാപ്പ പോയി, ഉമ്മ പോയി, വല്യാപ്പ പോയി, മുത്താപ്പ പോയി, ഭാര്യ പോയി. എന്റെ മുസീബത്ത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ആ മുസീബത്ത് നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും. അങ്ങനെ ആലോചിച്ച് ക്ഷമിക്കാം. അതുകൊണ്ട് ഓരോ മരണത്തിന്റെ മുന്നിലും നമ്മൾ വിനയാന്വിതരായി തീരണം പടച്ചോന്റെ മുന്നിൽ. ഈ വിധി എനിക്ക് വന്നാൽ എപ്പോ വന്നാലും ഞാനതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നൊരു മനസ്ഥിതി, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം, തഖ്വയിൽ ഉയരണം. നമ്മൾ എത്ര മയ്യത്തുകളെ കബറടക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം കബറ് കണ്ടാൽ കരയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കണ്ണുനീര് ഇങ്ങനെ ഒലിച്ചു വന്നിട്ട് താടി രോമങ്ങൾ നനഞ്ഞു പോകുമായിരുന്നു. അപ്പോ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ഓർത്താൽ ഇങ്ങനെ കരയാറില്ല, നരകത്തെക്കുറിച്ച് ഓർത്താൽ ഇങ്ങനെ കരയാറില്ല, എന്താണ് ഈ കബറ് കാണുമ്പോൾ ഇങ്ങനെ കരയുന്നത്? സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പരലോകത്തേക്കുള്ള വീടുകളിൽ ആദ്യത്തെ വീടാണ് ഖബർ. ഖബറിൽ നാം തുടക്കം. ഫൈൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു. ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ പിന്നീട് എല്ലാം എളുപ്പമായിരിക്കും. ഖബർ ഫൈൻ ലം യൻജു മിൻഹു, ഖബറിൽ ഒരാൾ രക്ഷപ്പെടുന്നില്ലെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, പിന്നീടുള്ള എല്ലാ ഘട്ടങ്ങളും മഹ്ശറയാകട്ടെ വിചാരണയാകട്ടെ എല്ലാം ഇതിനേക്കാൾ പ്രയാസകരമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഖബർ കാണുമ്പോൾ കരയുന്നത് എന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് മരണമെന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായി ജീവിക്കണം. അതിന് പ്രായം തടസ്സമല്ല, അതിന് ലിംഗം തടസ്സമല്ല, ദേശഭാഷ വ്യത്യാസങ്ങളില്ല. എപ്പോൾ വന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയണം. അതിനൊരു മറുമരുന്നില്ല. മരണത്തിൽ നിന്ന് മനുഷ്യനെ പിടിച്ചു നിർത്താൻ ഒരു മറുമരുന്നില്ല. അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ, ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് ഖുർആൻ ചോദിക്കുകയാണ്, പടച്ചോൻ ചോദിക്കുകയാണ്, എടോ ഈ റൂഹ് ഞാൻ നിങ്ങൾക്ക് കടം തന്നതല്ലേ, ഞാൻ തന്നതല്ലേ റൂഹ്? അല്ല നിന്റെ വകയാണെങ്കിൽ തർജിയൂനഹ, നീ ഒന്ന് തിരിച്ചുകൊണ്ടുവാ. തൊണ്ടക്കുഴിയിലെത്തിയ നിന്റെ റൂഹ് നിന്റെ വകയാണെങ്കിൽ, നിന്റെ അടുത്ത് കോടികളുണ്ടല്ലോ, സ്വാധീനമുണ്ടല്ലോ, നിനക്ക് കഴിയുമെങ്കിൽ ആ റൂഹിനൊന്ന് തിരിച്ചുകൊണ്ടുവാ, ജീവിതത്തിലേക്ക് തിരിച്ചുവാ. കഴിയില്ല, ഞാൻ നിനക്ക് കടം തന്നതാണ് ഈ റൂഹ്. അതുകൊണ്ട് പടച്ചതമ്പുരാൻ ഏൽപ്പിച്ച ആത്മാവിനെ, ഈ റൂഹിനെ സുരക്ഷിതമായി സൂക്ഷിക്കാനും ഈ റൂഹ് പോകുന്ന സമയത്ത് സന്തോഷത്തോടെ ലോകത്തോട് വിട പറയാനും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ, സന്തോഷത്തോടെ റബ്ബിലേക്ക് മടങ്ങ് എന്ന് അവസാന ഘട്ടത്തിൽ നമ്മളോട് പറയുന്ന റഹ്മത്തിന്റെ മാലാകമാർ പറയുന്ന ഒരവസ്ഥയിൽ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് മരിച്ചു പോകാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരൻ നവാസ് 42-ാമത്തെ വയസ്സിൽ കുടുംബക്കാരെയും നാടിനെയും ഒക്കെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് നമ്മളോട് വിട പറഞ്ഞിരിക്കുക.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ മരണം, പ്രത്യേകിച്ച് 3 കുട്ടികളുടെ പിതാവ്, വിവാഹിതൻ, ആ കുട്ടികളെ അനാഥമാക്കിക്കൊണ്ട്, ഒരു ഭാര്യയെ വിധവയാക്കിക്കൊണ്ട്, മാതാപിതാക്കളെയും കുടുംബാദികളെയും വിഷമത്തിലാഴ്ത്തിക്കൊണ്ടാണ് നവാസ് പോകുന്നത്. പക്ഷെ നവാസിന് പോകാതിരിക്കാൻ കഴിയില്ല. നവാസിന്റെ സമയം കഴിഞ്ഞു. ഈ ഒരു യാഥാർത്ഥ്യം മാതാപിതാക്കൾ ഉൾക്കൊള്ളുക, കുടുംബം ഉൾക്കൊള്ളുക, സുഹൃത്തുക്കൾ ഉൾക്കൊള്ളുക, നമ്മളെല്ലാവരും ഉൾക്കൊള്ളുക. അള്ളാഹു നവാസിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു ചെറുപ്പക്കാരൻ ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ചെറുപ്രായം, നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകളുണ്ട്. അതിലൊന്ന് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിന്റെ ഇബാദത്തിലായി വളർന്നു വന്ന യുവാക്കളാണ്. ഞാനുമായി വ്യക്തിപരമായി എന്നെ വല്ലാതെ അകന്നു നിന്ന് സ്നേഹിച്ചൊരു ചെറുപ്പക്കാരനാണ്. അള്ളാഹു അർശിന്റെ തണല് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറിലെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നീ സന്തോഷത്തോടെ ഉറങ്ങിക്കോ എന്ന് റഹ്മത്തിന്റെ മാലാകമാർ നവാസിനോട് പറയുന്ന ഒരു നല്ല സന്ദർഭം അള്ളാഹു ആ ഖബറിൽ ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നവാസിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗ്ഗത്തിലെത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വലത് കൈകൊണ്ട് കിതാബ് വാങ്ങാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ നിന്നും ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ദുഃഖിതരായ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു ക്ഷമ പ്രദാനിക്കുമാറാകട്ടെ. അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനും പടച്ചവന്റെ തീരുമാനമെന്ന് മനസ്സിലാക്കി ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്ക് അള്ളാഹു നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതെന്താണോ അത് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.